PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ PSC ബുള്ളറ്റിൽ നിന്ന് വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കാം. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. യുദ്ധക്കപ്പലുകളുടെ പേരാണ് INS ഹിമഗിരി, INS ഉദയഗിരി. INS ഹിമഗിരി, INS ഉദയഗിരി. 2025 ഓഗസ്റ്റ് 26 ഇത് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A ക്ലാസ്സിലെ 2 ആധുനിക മൾട്ടിമിഷൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണ്. 2025 ഓഗസ്റ്റ് 26 കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ പ്രോജക്റ്റ് 17A ക്ലാസ്സിലെ 2 ആധുനിക മൾട്ടിമിഷൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണ്. ഏതൊക്കെയാണ്? INS ഹിമഗിരി, INS ഉദയഗിരി. INS ഉദയഗിരിയുടെ നിർമ്മാണം മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്, മുംബൈയിലാണ്. INS ഉദയഗിരി നിർമ്മിച്ചിരിക്കുന്നത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, മുംബൈ. INS ഹിമഗിരിയുടെ നിർമ്മാണം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, കൊൽക്കത്ത. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, കൊൽക്കത്തയാണ് INS ഹിമഗിരി നിർമ്മിച്ചിരിക്കുന്നത്. INS ഉദയഗിരി, INS ഹിമഗിരി. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. അടുത്ത പോയിന്റ് നോക്കാം. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. നമുക്ക് ഇങ്ങനെ ഓർക്കാം, വായന കുറവായതുകൊണ്ട് നമ്മുടെ മാർക്ക് കുറഞ്ഞു എന്നൊക്കെ ഓർത്തു വയ്ക്കാം. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ചതാണ് ഡെൻമാർക്കാണ്. അടുത്ത പോയിന്റ് നോക്കാം. കാൻല തുറമുഖമാണ് ദീൻദയാൽ തുറമുഖം. കാൻല തുറമുഖത്തിന്റെ പുതിയ പേര് ദീൻദയാൽ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖമാണ് കാൻല തുറമുഖം. ഇപ്പോഴത്തെ പേരാണ് ദീൻദയാൽ തുറമുഖം. ശത്രുക്കളുടെ ഡ്രോണുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കഴിവുള്ള ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യത്തെ തുറമുഖമാണ് ഗുജറാത്തിലെ കാൻല തുറമുഖം, ദീൻദയാൽ തുറമുഖം. അടുത്ത പോയിന്റ് നോക്കാം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നഗരം. അടുത്ത പോയിന്റ് നോക്കാം. വയോജന കമ്മീഷൻ അധ്യക്ഷനായി K സോമപ്രസാദിനെ നിയമിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ വയോജന കമ്മീഷന്റെ അധ്യക്ഷനാണ് K സോമപ്രസാദ്. K സോമപ്രസാദാണ് വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത പോയിന്റ് നോക്കാം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. സുരക്ഷാമിത്രം എന്ന് പറയുന്നത് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. ഓർത്തു വയ്ക്കുക, സുരക്ഷാമിത്രം. അടുത്ത പോയിന്റ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്താണ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്താണ്. അത് ഒന്നാമതായിട്ട് വന്നത് ഡൽഹിയാണ്. ഡൽഹിക്കാണ് ഒന്നാമത്തെ സ്ഥാനം കിട്ടിയത്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നിഘണ്ടുവാണ് സോം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നിഘണ്ടുവാണ് സോം. സോമിനെ കുറിച്ച് നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് നിഘണ്ടു. ഇത് പത്രവാർത്തകളിൽ വന്നതാണ്. അപ്പോൾ കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിലാണ് നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത്. ഈ സമുദായത്തിന്റെ പേര് കുംഭാര. കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിലാണ് ഈ നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത്. സമുദായാംഗമായ വി ബാബുവാണ് ഭാഷാപദങ്ങളും അതിന്റെ മലയാളം അർത്ഥപദങ്ങളും ചേർത്ത് സൊം എന്ന പേരിൽ നിഘണ്ടു രചിച്ചത്. ലിപി ഇല്ലാത്തതിനാൽ ഈ ഭാഷ പഠിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആദ്യമായിട്ടുള്ള ഗോത്രഭാഷ നിഘണ്ടുവാണ് എന്താണ് സൊം.
ഇത് കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിലാണ് നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത്. ബി ബാബു ആണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ബി ബാബു. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്കോലാൻഡ്. ഓപ്പറേഷൻ സെക്കോലാൻഡ് എന്നത് കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്കോലാൻഡ്. അടുത്ത പോയിന്റ് നോക്കാം. ശുചിത്വ സാഗരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. സാഗരം അർത്ഥം കടലാണ്, അപ്പം നമുക്കിത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. അടുത്ത പോയിന്റ് നോക്കാം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് കൊടുക്കുന്ന സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ്. സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ വികസിത് ഭാരത് തൊഴിൽ പദ്ധതി സ്വാതന്ത്ര്യ ദിനത്തിൽ യുവാക്കൾക്കായി 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് വികസിത് ഭാരത് തൊഴിൽ പദ്ധതി. അടുത്ത പോയിന്റ് നോക്കാം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗനവാടിയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്തൊരു പോയിന്റ്. ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത യുഎസ് സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് സെർജിയോ ഗോറാണ് ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ. സെർജിയോ ഗോർ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ സമുദ്ര പരിവേഷണ ദൗത്യങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? തിരുവനന്തപുരം സ്വദേശിയായ ജി ഹരികൃഷ്ണനാണ്. അപ്പോൾ ജി ഹരികൃഷ്ണനാണ് ഇന്ത്യയുടെ സമുദ്ര പരിവേഷണ ദൗത്യങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത്. മനുഷ്യരെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്ത ഒരു സബ്മേഴ്സിബിൾ വാഹനമായ മത്സ്യ 6000 നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന 4-അംഗ സംഘത്തിൽ അദ്ദേഹവും ഉൾപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയുടെ പേര് ജി ഹരികൃഷ്ണൻ. ഇനി ഒരു പോയിന്റാണ്. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനമാണ് മത്സ്യ 6000. ഈ 2 പോയിന്റും ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിന്റെ വാഹനമാണ് മത്സ്യ 6000. സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി ജി ഹരികൃഷ്ണൻ. അടുത്ത പോയിന്റ് നോക്കാം. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണം വിജയം. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണം വിജയമായിരുന്നു. അടുത്ത പോയിന്റ്. അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അപ്പോൾ ഇതിന്റെ ദൂരപരിധി 5000 കിലോമീറ്റർ ആണ്. ഇത് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ദൂരപരിധി 5000 കിലോമീറ്റർ. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് DRDO ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ പുറത്തിറങ്ങി. ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ പുറത്തിറങ്ങി. അപ്പോൾ ഇനി ചോദിക്കാം, മദർ മേരി കംസ് ടു മീ എഴുതിയത് ആരാണെന്ന്.
അരുന്ധതി റോയ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരയായ 116 വയസ്സുള്ള ഏദൽ കാദർഹാം. ഇതുകൂടി അതിൽ വന്ന ഒരു പോയിന്റാണ്. അടുത്ത പോയിന്റ് നോക്കാം. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. അപ്പോൾ സി അച്യുതമേനോൻ പുരസ്കാരം നൽകുന്നത് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. ലഭിച്ചത് വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്. അപ്പോൾ വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ് സി അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത്. കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പിള്ളി CJ സക്കറിയ പിള്ളയ്ക്ക് ലഭിച്ചു. കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പിള്ളി CJ സക്കറിയ പിള്ളയ്ക്ക് ലഭിച്ചു. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവനും ലഭിച്ചു. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ കൃഷിഭവനാണ്. അടുത്ത പോയിന്റ് നോക്കാം. PN പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജിന് ലഭിച്ചു. PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പുനലൂർ സോമരാജ്. അടമോള A അടനിലേക്ക് പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചു. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡമോള A അഡലൻസ്. നൈജീരിയക്കാരനാണ് അഡമോള A അഡൻലെ. The first MS Swaminathan Award for Food and Peace in 2025 was awarded to Nigerian scientist Professor Ademola A Adanle. ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണന് ലഭിച്ചു. ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണന് ലഭിച്ചു. അയ്യങ്കാളി പ്രതിഭ പുരസ്കാരം ലഭിച്ചത് നാടൻ പാട്ടുകാരിയായ പ്രസീത ചാലക്കുടിക്കാണ്. അയ്യങ്കാളി പ്രതിഭ പുരസ്കാരം ലഭിച്ചത് നാടൻ പാട്ടുകാരിയായ പ്രസീത ചാലക്കുടി. അടുത്ത പോയിന്റ് നോക്കാം. പോൾ വോൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡിട്ട് ആർമാൻ ഡ്യൂപ്ലാന്റിസ്. ഇന്ത്യയുടെ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ഡേ ആയി ആചരിക്കുന്നത്. ആദ്യമായിട്ട് ആചരിച്ചു തുടങ്ങിയത് 2022 ഈ വർഷം ഓർത്തുവെക്കുക. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്നു. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. അടുത്ത പോയിന്റ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കാണ് ലഭിച്ചത്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കാണ് ലഭിച്ചത്. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറി. കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. രാജ്യത്തെ ആദ്യ IoT അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. രാജ്യത്തെ ആദ്യത്തെ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കാട്ടാക്കട പഞ്ചായത്താണ്. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഇത് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്. ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ധരാലി ഗ്രാമം ഒലിച്ചുപോയി. ഒലിച്ചുപോയ ഗ്രാമത്തിന്റെ പേര് ധരാലി ഗ്രാമം. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ധരാലി ഗ്രാമം ഒലിച്ചുപോയി. പൊതുജന സമ്പർക്കത്തിന് ബ്ലോഗർമാരെ നിയമിക്കാനൊരുങ്ങി കേരളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. അടുത്ത പോയിന്റ്. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം ലഭിച്ചു. 2025 മിസ് യൂണിവേഴ്സ്
മനിക വിശ്വകർമ്മ. മനിക വിശ്വകർമ്മയാണ് 2025 മിസ് യൂണിവേഴ്സ്. 2024 മിസ് യൂണിവേഴ്സ് വിക്ടോറിയ ജെയർ തെയിൽവിഗ് ആണ്. വിക്ടോറിയ ജെയർ തെയിൽവിഗ് ആണ് 2024 മിസ് യൂണിവേഴ്സ്. 2035 കൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. 2035 കൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാറ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് സാറ ടെണ്ടുൽക്കർ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ സാറ ടെണ്ടുൽക്കർ. മരണപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെയാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം ലിയാൻഡർ പേസിന്റെ പിതാവും ഇന്ത്യയുടെ ഒളിമ്പിക് ഹോക്കി മെഡൽ ജേതാവുമായ വെയ്സ് പേസ് അന്തരിച്ചു. നാഗാലാൻഡ് ഗവർണർ എൽ ഗണേശൻ. നാഗാലാൻഡ് ഗവർണറായിരുന്ന എൽ ഗണേശൻ അന്തരിച്ചു. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ബോബ് സിംപ്സൺ അന്തരിച്ചു. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ ബോബ് സിംപ്സൺ അദ്ദേഹം അന്തരിച്ചു. സൂപ്പർമാൻ, സൂപ്പർ 11 എന്നീ ഹോളിവുഡ് സിനിമകളിലെ വില്ലനായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അന്തരിച്ചു. ടെറൻസ് സ്റ്റാമ്പ്. സംവിധായകൻ നിസാർ അന്തരിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. വാഴൂർ സോമൻ പീരുമേട് MLA ആയിരുന്നു, അന്തരിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന US ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. പ്രശസ്ത രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ CG രാമചന്ദ്രൻ നായർ അന്തരിച്ചു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ലോർഡ് സ്വരാജ് പോൾ ലണ്ടനിൽ അന്തരിച്ചു. ലോർഡ് സ്വരാജ് പോൾ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു, അന്തരിച്ചു. സ്വരാജ് പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.